അസ്സലാമു അലൈക്കും. ഇന്ന് ആഗോലി മീനാട്ടോ കറി വെക്കുന്നത്. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലേക്ക് ഒരു അല്പം ഉലുവയും ഒരു സ്പൂൺ ഉലുവയും കടുകും കൂടെ ചേർക്കുക. അതിലേക്ക് വലിയുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് കടുക് ഉലുവയും ഒന്ന് പൊട്ടിയതിന് ശേഷം മാത്രം കേട്ടോ അതിലേക്ക് ഒരു 6 ചെറിയുള്ളി കട്ട് ചെയ്തതും ചേർക്കുക. ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക. ഉലുവ കൂടിപ്പോവരുത്, ഉലുവ വളരെ കുറച്ച് മതി. അതുപോലെ തന്നെ കടുക്. അതിലേക്ക് കറിവേപ്പിലയും ചേർക്കുക. എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അത് ഞാൻ മിക്സിയിൽ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും 2 തക്കാളിയും മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നതാണ്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് 2 പച്ചമുളകും കൂടെ ചേർക്കുക കേട്ടോ. ഞാനത് എരിവ് കൂടി പോകുന്നതിനെ കൊണ്ട് ചേർത്തിട്ടില്ല. അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്ത് പിഴിഞ്ഞൊഴിക്കുക. ഇത് ആഗോലി മീനാട്ടോ, അത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. എല്ലാം കൂടെ നല്ലപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കുക. നിങ്ങളെല്ലാം എന്താ ഈ മീനിന് പറയാമെന്ന് കമൻറ്റിൽ അറിയിക്കണേ. മീനും കറിയെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അരമുറി തേങ്ങൻ്റെ കട്ടിപ്പാലെടുക്കുക. വെള്ളം തീരെ കൂടിപ്പോവരുതേ. ആ തേങ്ങാപ്പാലിലും എല്ലാം കൂടെ മീൻ നല്ലപോലെ വെന്ത് കുറുകി വരണം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇടുക.